സിനിമ രാവിലെ അപ്പം ഫാൻ മൂവീസിന്റെ കാലമാണല്ലോ ഇപ്പൊ ബസ് ഇറങ്ങി, അങ്ങനെ ഇപ്പൊ AK-യുടെ പടം ഇറങ്ങി. അപ്പം ഒരു ഫാൻ മൂവി ചെയ്യുകയാണെങ്കിൽ ബേസിൽ ഉടനെ എന്തായിരിക്കും ചെയ്യുക? ഫാൻ മൂവീസിന്റെ കാലമാണല്ലോ. ഇപ്പൊ റീസെന്റ് ഇന്നലെ ബസൂക്ക് ഇറങ്ങി, അപ്പം ഗുഡ് ബാഡ് ആക്ലി ഇറങ്ങി. അപ്പൊ അങ്ങനെ ചിത്രങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്രശ്നം? അപ്പൊ ബേസിൽ ഒരു ഫാൻ മൂവി ചെയ്യുകയാണെങ്കിൽ ഉടനെ ചെയ്യാൻ ഇപ്പൊ ലാലേട്ടനോട് ഒരു ലാലേട്ടനോട് ഒരു പ്രോജക്ട് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണോ? ഇല്ല, ഒന്നും അങ്ങനെ അത് ഏതായിരിക്കും എന്നുള്ളത് ഞാൻ അനൗൺസ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി. ഇവിടെ നമ്മളിരുന്ന് സംസാരിക്കുന്നതിനേക്കാളും. പിന്നെ അങ്ങനെ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെതായിട്ടുള്ള കഥയും കറക്റ്റ് ആയിട്ടുള്ള ആ രീതിയിലുള്ള ഒരു എലിവേഷനൊക്കെ ഉള്ള ഒരു സിനിമ തന്നെ ചെയ്യുമ്പോഴേ അതിനനുസരിച്ച് അത് ജസ്റ്റിഫൈഡ് ആവുള്ളൂ. അല്ലെങ്കിൽ ഒരു നെയിം സേക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല. അപ്പോ ഞാൻ അത്രയും റെഡിയാകുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു സിനിമ സംഭവിക്കുള്ളൂ. സംഭവിക്കുമ്പോൾ ഞാനത് എന്തായാലും അറിയിക്കില്ല. അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു നടനെ വെച്ചിട്ടായിരിക്കും എന്തായാലും, ഒരു സംശയമില്ല. ഉറപ്പായി അങ്ങനെ മാറിയിട്ടേ ഇല്ല, അങ്ങനെ മാറ്റാൻ നോക്കണ്ട. ഞങ്ങളുടെ സംഘടനയുമായിട്ട് ആർക്കാണ് പ്രശ്നം? ഞങ്ങൾ നിർമ്മാതാക്കളുടെ സംഘടനയുമായിട്ട് ആർക്കാണ് പ്രശ്നം? ചില വിവരണങ്ങൾ പുറത്തു വിടുമ്പോ ഈ സിനിമ ഇന്നലെ ഇറങ്ങിയിരിക്കുകയാണ്, ഇനി ഒരു മാസം കഴിയുമ്പോൾ അവര് ഇതിന്റെ എമൗണ്ട് പുറത്തു വിടും. വെയിറ്റിംഗ്. ആരെങ്കിലും കള്ളക്കണക്ക് നടത്തണമെന്ന് എനിക്ക് അങ്ങനെ അറിയേണ്ടത്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഒരു ആക്ടറാണ്, ഇപ്പോൾ നിർമ്മാതാവായിട്ടുണ്ട്. അത്തരം ഒരു രീതി ഒരു സിനിമ നിർമ്മിക്കാൻ വരുന്നത്, ഇപ്പം ടോവി ഇവിടെ ഉള്ള ആൾ വരുന്നു, ഇപ്പൊ ടോവിയുടെ സിനിമ പുറത്ത് നിന്ന് ഒരാൾ നിർമ്മിക്കാൻ വരുമ്പോൾ ഈ സിനിമ മലയാള സിനിമയിലുള്ള പരാജയത്തിന്റെ കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ ഒരു നിർമ്മാതാവ് സ്വയം മാറിപ്പോകുന്ന സാഹചര്യം പല സിനിമകളും സംഭവിച്ചിട്ടുണ്ട്. അത്തരം ഒരു രീതിയൊക്കെ ഇപ്പൊ നിർമ്മാതാവ് എന്ന നിലയിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അത്തരം രീതിയൊക്കെ തുടർന്നു കഴിഞ്ഞാൽ സിനിമ മലയാള സിനിമയ്ക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പേഴ്സണലി എന്റെ അഭിപ്രായമുണ്ട്. നഷ്ടങ്ങൾ ഉണ്ടാവുള്ളൂ, അതിന് പുരോഗതി ഒരിക്കലും ഉണ്ടാകില്ല. ആ രീതി എങ്ങനെയാണ് ടോവി കാണുന്നത്? നമുക്കത് ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ അങ്ങനെ അത് പറഞ്ഞു നന്നാക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മളിതിന്റെ ഫാക്ടുകൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഫാക്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, കഴിഞ്ഞ കൊല്ലത്തെ 2024 മലയാള സിനിമയുടെ ഒരു സക്സസ് പെർസെന്റേജ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് കമ്പയർഡ് ടു മറ്റു പല ഇൻഡസ്ട്രികൾ, അല്ലെങ്കിൽ കമ്പയർഡ് ടു ഇതിന്റെ മുൻ വർഷങ്ങളിലെ മലയാള സിനിമയുടെ ഒരു സക്സസ് പെർസെന്റേജ് വെച്ച് നോക്കുമ്പോൾ കാര്യം ഒരു 12% എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സക്സസ് പെർസെന്റേജ് ആണെന്നാണ് ഇതിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അത് പ്രതിസന്ധിയാണെങ്കിൽ പിന്നെ ബാക്കി എല്ലാം പ്രതിസന്ധിയാണ്. മലയാള സിനിമയ്ക്ക് പ്രതിസന്ധികൾ, പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെയൊക്കെ അതിജീവിച്ചിട്ട് ഇത്രയും വർഷം നിലനിന്ന നമ്മളുടെ സിനിമാ വ്യവസായം ഇനിയും നിലനിൽക്കും. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പരസ്പരം ചെളി വാരി എറിയുന്നതിനേക്കാൾ ഞാൻ മനസ്സിലാക്കുന്നത് കൂട്ടായിട്ടുള്ള സഹകരണങ്ങളിലൂടെയാണ് നമുക്ക് നമ്മളുടെ എന്നും മലയാള സിനിമ നിലനിന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സഹകരണ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് തന്നെ തുടർന്ന് പോവുകയും നമ്മളെല്ലാം ഈ ഇൻഡസ്ട്രി അങ്ങനെ അന്യം നിന്ന് പോവുകയൊന്നുമില്ല. അങ്ങനെ കൂട്ടിയിടാനും പറ്റില്ല. ഇപ്പം ഞാൻ ഉൾപ്പെടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉൾപ്പെടെ ആരെയും സിനിമയ്ക്ക് ആവശ്യമില്ല. നമുക്കൊക്കെയാണ് സിനിമ ആവശ്യം. അപ്പോ നമ്മളൊക്കെ തുടർന്നും എത്രത്തോളം സഹകരിച്ച് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് ഇനി തുടർന്നും വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ് ആയിട്ട് നമുക്കൊക്കെ സിനിമയോടുള്ള സ്നേഹവും സിനിമ കണ്ടിട്ട് ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും, അത് മാത്രമാണ്. അതുള്ളിടത്തോളം കാലം എന്ത് പ്രതിസന്ധിയും തരണം ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ അടുത്ത് ടൂർ പോകുമ്പോൾ ഇല്ല, അങ്ങനെ അടുത്ത് ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ എന്തായാലും ഒരു ജൂൺ വരെ ഞാനിപ്പോ സിനിമകളൊന്നും, ഈ വർഷം ഞാൻ സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ല. എനിക്ക് ആകെ ഞാൻ ഒരു കുറച്ച് ദിവസം നരിവേട്ട കഴിഞ്ഞിട്ട് ഞാൻ വേറെ സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല. ഞാനും കുറച്ച് യാത്രകളൊക്കെ ചെയ്യാനുള്ള താല്പര്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ യാത്രകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത ആഴ്ച ഞാനൊന്ന്
ഡിസ്കഷൻസ് പലതും നടക്കുന്നുണ്ട്. ഇപ്പൊ ആ സമയം ഞാൻ അതിനു വേണ്ടിയിട്ടാണ്, യാത്രയ്ക്ക് ഇനി മുന്നോട്ടുള്ള സിനിമകളുടെ ഡിസ്കഷന് വേണ്ടിയിട്ടാണ് ഞാൻ ആ സമയം മാറ്റി വെച്ചിട്ടുള്ളത്. അതിന്റെ ഒപ്പം ഇപ്പൊ അടുത്ത ആഴ്ച ഞാനൊന്ന് തായ്വാനിൽ പോവാണ്. അവിടെ തായ്പേയില് ഗോൾഡൻ ഹോഴ്സ് ഫിലിം ഫെസ്റ്റിവലിൽ ഫാന്റസി ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ AR അവിടെ സ്ക്രീൻ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോ ഞാൻ വേറെ ഏതെങ്കിലും സിനിമയുടെ ഷൂട്ടിലായിരുന്നെങ്കിൽ എനിക്ക് തായ്പേയി കാണാൻ പറ്റൂലായിരുന്നു. അപ്പൊ ഞാൻ ഫ്രീ ആണെങ്കിൽ എന്റെ റൂമിൽ കിടക്കാം. അപ്പൊ അങ്ങനെ അതിന് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ഫാമിലി ആയിട്ടൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. മറ്റേത് ചേട്ടൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളുമായിരുന്നു. ഇപ്പൊ ചേട്ടൻ തിരക്കിലായതുകൊണ്ട് ഞാനാണ് വീട്ടിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞാനാണ് താരതമ്യം തിരക്ക് കുറഞ്ഞ ആള് വീട്ടില്, ഗൃഹനാഥൻ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇനി വരുന്ന സിനിമകള് ഒക്കെ എന്ന് വെച്ചാൽ അതിന്റെ സമയാസമയങ്ങളിൽ ഞാൻ അപ്ഡേറ്റുകൾ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ഇതുപോലെ എപ്പോഴെങ്കിലും നമുക്കിരുന്ന് പങ്കുവയ്ക്കാം. ഇപ്പൊ എക്സ്ക്ലൂസീവ് ചോദിക്കില്ല. അപ്പൊ പിന്നെ അത് എക്സ്ക്ലൂസീവ് ആവില്ലല്ലോ. പള്ളിച്ചട്ടമ്പിയുണ്ട്, അടുത്ത് തുടങ്ങാൻ പോകുന്നത് പള്ളിച്ചട്ടമ്പിയാണ്.